ഗൈസ്, വെൽക്കം ബാക്ക് ടു കെ പരിവാർ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും കെ പരിവാറിന്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരെയാണ്. ഞങ്ങളിപ്പോ മസ്കറ്റിലാണ് കേട്ടോ ഉള്ളത്. എന്നാലും നമ്മൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? അപ്പൊ നമ്മുടെ അവിടെ ഉള്ള ഫ്രണ്ട്സ് ഒക്കെ അവരുടെ ഉണ്ണികളെയും കൊണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കീർത്തിയിൽ അവിടെയാണ് നമ്മൾ എല്ലാവരും ഒന്ന് കൂടുന്നത്. അപ്പോ ഈ പിള്ളേരെ കൃഷ്ണമാരും രാധമാരും ഒക്കെ ആക്കിയിട്ട് ചെറിയ രീതിയിൽ ഒരു സെലിബ്രേഷൻ. അപ്പൊ ഞങ്ങളിത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അവിടെ എത്തിയിട്ട് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഈ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ ടേബിളിൽ നിരത്തി വെച്ചു. കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. എന്നിട്ട് വേണമല്ലോ ഈ കുട്ടിപ്പട്ടാളത്തിനൊക്കെ വേഗം റെഡിയാക്കാന്ന് വിചാരിച്ചു. എല്ലാവരും അവരവരുടെ കുട്ടികളെ പെട്ടെന്ന് റെഡിയാക്കി. ഒരാളെ റെഡിയാക്കി നിർത്തി അടുത്ത ആളെ റെഡിയാക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വേഗം ഓരോരുത്തരെ റെഡിയാക്കിയിട്ട് നിർത്തി ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ. അവര് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഞങ്ങൾ തീരെ വിചാരിച്ചില്ല ഇവർക്ക് കുട്ടികൾക്ക് ഇത്രയും ഇഷ്ടാവും ഇങ്ങനെ ഒരുങ്ങാനും. അവര് നിന്ന് തരുന്ന ഒന്നും ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. എന്നാലും നമ്മളുടെ ഒരു താല്പര്യത്തിനാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ വെച്ചതെങ്കിലും ലാസ്റ്റ് കൃഷ്ണ ജയന്തി ശരിക്കും കുട്ടികളുടെ തന്നെ ഒരു ആഘോഷമായിട്ട് മാറിയിട്ടോ. അവര് ശരിക്കും എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് ചുങ്കൂസും യദും. അവർക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും തീരെ താല്പര്യമില്ല. ഇപ്പത്തെ പിള്ളേർ അറിയാലോ. പക്ഷെ അവര് ശരിക്കും കൃഷ്ണന്മാരായ പോലെയായിരുന്നു. ഒരുങ്ങിയൊക്കെ കഴിഞ്ഞപ്പോ അവർക്ക് അവരെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫോട്ടോ എടുക്കാൻ നിന്ന് തരാനും അതിലുപരി അവര് ഡാൻസ് കളിക്കാനും എന്ത് പറഞ്ഞാലും ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. ഇതൊക്കെ ശരിക്കും ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു കേട്ടോ. അതിൽ കല്ല് മാത്രമാണ് കുറച്ച് അടഞ്ഞു നിന്നിരുന്നത്. ബാക്കി എല്ലാവരും നല്ല രീതിയിൽ അവർക്ക് കുറച്ചും കൂടെ അറിയാനായല്ലോ. അപ്പൊ അവര് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾ ഒരുക്കുമ്പോഴും അവരുടെ കളികൾ കാണുമ്പോഴൊക്കെ ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ കുട്ടിക്കാലം ഓർത്തോട്ടോ. ഞാനും ഇതുപോലെ രാധിയൊക്കെ ആയിട്ട് പോയിട്ടുള്ളതാ. അപ്പോ അന്ന് ഇതുപോലെ ഒരു വീട്ടിൽ പോയി ഒരുങ്ങിയിട്ട് ഞങ്ങളുടെ ഇടമുട്ട അമ്പലത്തിലോട്ടാണ് ഘോഷയാത്ര പോവാ. 4 പാടുന്നും സെറ്റുകളായിട്ട് ഒരു കോമ്പറ്റീഷൻ പോലെയൊക്കെ ആയിരുന്നു. അമ്പലത്തിൽ കൂടുക, അമ്പലത്തിൽ അത് കഴിഞ്ഞിട്ട് മധുരം കിട്ടുക, അതൊക്കെ ഒരു രസമുള്ള കാലമായിരുന്നു. ഇന്ന് അതിലും ഗംഭീരമായിട്ട് ഇപ്പൊ എന്റെ നാട്ടില് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കുമ്പോൾ ഞാൻ ശരിക്കും അതൊക്കെ മിസ് ചെയ്യും. എന്നാലും നമ്മൾ മസ്കറ്റില് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ വെച്ചിട്ട് ആ വിഷമം അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക. അങ്ങനെ നമ്മള് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് അതേപോലെ തന്നെ കുറച്ച് മധുരമൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൃഷ്ണന്മാർക്കൊക്കെ കൊടുത്തു. അവരതൊക്കെ കഴിച്ച് ഫാമിലി ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. കുട്ടികൾ അവരുടെ കിരീടും ഷോളൊക്കെ അഴിച്ചു വെക്കാൻ നോക്കി നിൽക്കായിരുന്നു സജിൻ ബ്രോയും വിനീഷ് ബ്രോയും. പിന്നീട് അവര് കിരീടമൊക്കെ ഇട്ട് അവരുടെ ഗോപികമാരെയും കൊണ്ടുള്ള പൂണ്ടു വിളയാട്ടമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇപ്പൊ 30s നിൽക്കുന്ന എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും അല്ലേ. വലിയ ജാടക്കാരായി കാണിക്കുന്നുണ്ടെന്നെങ്കിലും ഉള്ളോണ്ട് നമ്മുടെ മനസ്സിലിപ്പോഴും ആ കുട്ടിത്തൊക്കെ ഉണ്ട്. എന്നാലും ടോവിനോ എവിടെയോ പറയുന്നത് ഞാൻ കേട്ടതാട്ടോ. അങ്ങനെ മനസ്സിലെപ്പോഴും കുട്ടിത്വം കൊണ്ട് നടക്കുന്നതും നല്ല കാര്യമാണ്. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ശ്രീകൃഷ്ണ ജയന്തി വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ പുതിയ വീഡിയോയിലെ പുതിയ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.